ഹായ് ചിൽഡ്രൻ, വെൽക്കം ടു മൈ ചാനൽ ലോഡ് സ്റ്റാർ. നമ്മളിന്നിവിടെ വസന്ത് പാഠ്യപുസ്തകത്തിലെ സെക്കൻഡ് ചാപ്റ്ററായ ദാദിമ ആണ് പഠിക്കാൻ പോകുന്നത്. ദാദിമ അല്ലേ, ശിവപ്രസാദ് സിംഗ് എഴുതിയ കഹാനിയാണ് ദാദിമ. ദാദിമ നമുക്ക് സ്റ്റാർട്ട് ചെയ്താലോ? ഓക്കെ, നമുക്ക് കഥയിലേക്ക് കിടക്കാം. ദാദിമ कमजोरी ही है अपनी, पर सच तो यह है कि ज़रा सी कठिनाई पड़ते बीसों गर्मी, बरसात और वसंत देखने के बाद भी मेरा मन सधा नहीं तो प्रायः अनमना सा हो जाता है. मेरे शुभ चिंतक मित्र मुझ पर मुझे प्रसन्न करने के लिए आने वाली छुट्टियों की सूचना देते हैं और पीठ पीछे मुझे कमज़ोर और ज़रा सी प्रतिकूलता से घबराने वाला कहकर मेरा मजाक उड़ाते हैं. मैं सोचता हूँ, अच्छा अब कभी उन बातों को न सोचूंगा. ठीक है, जाने दो, सोचने से होता ही क्या है. पर बरबस मेरी आँखों के सामने शरद की शीत किरणों की समान स्वच्छ शीतल किसी की धुंधली छाया नाच उड़ती है. കംസോരി ഹി ഹെ അപ്പിനി അല്ലേ, എന്താണ് എൻ്റെ ഒരു വീക്ക്നെസ് ആണത്. എന്താണ്? पर सच तो यह है कि सरासी कठिनाई पड़ते बीसों गर्मी, बरसात और वसंत देखने के बाद भी मेरा मन सदा नहीं तो प्रायः अनमना सा हो जाता है. അപ്പോൾ എൻ്റെ ഒരു വീക്ക്നെസ്സാണ്. എന്താണ് ആ വീക്ക്നെസ്? എന്തിനെക്കുറിച്ചാണ് പറയുന്നത്? പർ സച്ച് തോ യഹേക്ക്, സത്യം ഇതാണ്. സറാസി കഠിനായി പടുത്തി, അതായത് ഇച്ചിരി എന്തെങ്കിലും ബുദ്ധിമുട്ടുകൾ അല്ലെ, എന്തെങ്കിലും പ്രശ്നങ്ങൾ വരികയാണെങ്കിൽ ബീസോം ഘർമി ബർസാത്ത് ഓർ വസന്ത് ദേക്കിനേക്ക് ബാദ്ബി, ഒരുപാട് 20 വേനലും മഴയും എല്ലാം വസന്തവും ഒക്കെ കടന്നു പോയിട്ടും കൂടി മേരാ മൻ സദാ നഹി, എൻ്റെ മനസ്സ് എപ്പോഴും ഒന്നുമല്ല, തു പ്രായഹ, അതായത് ഇടയ്ക്കിടയ്ക്കിലൊക്കെ അൻമനാസ ഹോ ജാത്താ ഹെ, മനസ്സിങ്ങനെ ആ ഒരു വിഷമത്തിലേക്ക് അല്ലേ, ആ ഒരു സങ്കടത്തിലേക്ക് ഇങ്ങനെ വീണു പോകും. എപ്പോഴും ഒന്നുമല്ല, പക്ഷേ ഇടയ്ക്കിടയ്ക്കിലൊക്കെ എൻ്റെ മനസ്സ് ആ ഒരു വിഷമത്തിലേക്ക് ഇങ്ങനെ വീണു പോവാറുണ്ട് അല്ലേ. എന്താണ് വിഷമം? മേരെ ശുഭ ചിന്തക് മിത്ര മുഹ പർ മുझे പ്രസന്ന करने के लिए आने वाली छुट्टियों को सूचना देते हैं. എൻ്റെ ശുഭചിന്തക് അല്ലെ, എൻ്റെ നന്മ മാത്രം ആഗ്രഹിക്കുന്ന എൻ്റെ ഫ്രണ്ട്സ്, അതാണ് ശുഭചിന്തക് മിത്ര. മുഹപ്പർ മുझे പ്രസന്ന करने के लिए അല്ലെ, എൻ്റെ മുഖം പ്രസന്നമാക്കാൻ വേണ്ടിയിട്ട്, സന്തോഷിപ്പിക്കാൻ വേണ്ടിയിട്ട് ആനേവാലി ചുട്ടിയോം കി സൂചന ദേത്തേ ഹെ, വരാൻ പോകുന്ന ഒഴിവ് ദിനങ്ങളെക്കുറിച്ചൊക്കെ പറയില്ലേ. ഇപ്പോൾ വർക്ക് ചെയ്യുന്നവരാണെങ്കിൽ, അല്ലെങ്കിൽ ഇപ്പം സ്കൂളിൽ പഠിക്കുന്ന കുട്ടികൾ, നിങ്ങളൊക്കെ തന്നെയാണെങ്കിൽ നമ്മൾ ആദ്യം കലണ്ടറൊക്കെ പോയി നോക്കും അല്ലേ. ഈ മാസം എത്ര ഒഴിവുണ്ട്, അല്ലെങ്കിൽ ഈ ആഴ്ചയിൽ ഏതെങ്കിലും അവധി ദിവസങ്ങൾ വരുന്നുണ്ടോ അല്ലെ. അത് കാണുമ്പോൾ ഇനി 2 ദിവസം സ്കൂളിൽ പോയാൽ മതി, അടുത്ത ദിവസം ഒരു ലീവുള്ള ദിവസമാണ് വരുന്നത്, ഭയങ്കര ഹാപ്പി ആയിരിക്കും അല്ലേ. അപ്പോൾ അതുപോലെ വരാൻ പോകുന്ന ആനേവാലി ചുട്ടിയോം കി സൂചന അല്ലെ, വരാൻ പോകുന്ന അവധി ദിവസങ്ങളെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ട് സന്തോഷിപ്പിക്കാനായിട്ട് ഫ്രണ്ട്സ് ശ്രമിക്കുകയാണ്. और पीठ पीछे मुझे कमज़ोर और ज़रा सी प्रतिकूलता से घबराने वाला कहकर അല്ലേ, എന്തെങ്കിലും ചെറിയൊരു പ്രശ്നം വരുമ്പോഴേക്കും ഇങ്ങനെ വിഷമിക്കുന്നതാണല്ലോ അല്ലേ, എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ട് വരുമ്പോഴേക്കും തളർന്നു പോകുന്നല്ലോ എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ ഇങ്ങനെ മസാക്കുടാത്തെ, അയ്യേ നീ ഭയങ്കര സില്ലിയാണ് അല്ലേ, അല്ലെങ്കിൽ നീ ഭയങ്കര ഇത്ര ചെറിയ കാര്യങ്ങൾക്കൊക്കെ വിഷമിക്കുന്ന ആളാണ് എന്നൊക്കെ പറഞ്ഞിട്ട് എന്നെ കളിയാക്കുകയാണ്. മസാക്കുടാത്തെ ഹെ. मैं सोचता हूँ, ഞാൻ ആലോചിക്കുകയാണ്. അച്ഛാ അബ് കബി ഉൻ ബാത്തോം കോ ന സോച്ചൂങ്ക, ഞാൻ ഇനി ഒരിക്കലും ആ കാര്യങ്ങൾ ആലോചിക്കില്ല. ടീക്ക് ഹെ, ശരി, ജാനേതോ, ഒക്കെ പോട്ടെ, എല്ലാം പോട്ടെ. സോച്ചിനെ സെ ഹോത്താ ഹി ക്യാ ഹെ, ഇനി വെറുതെ ആലോചിച്ചിട്ട് എന്ത് കിട്ടാനാ, അല്ലെങ്കിൽ ഇനി ഇതൊക്കെ ആലോചിച്ചിട്ട് എന്തിനാ. पर बरबस मेरी आंखों के सामने शरद की शीत किरणों के समान स्वच्छ शीतल किसी की धुंधली छाया नाच उड़ती है. पर എന്നാലും എല്ലാം പോട്ടെ, ഇനി ആലോചിക്കുന്നില്ല എന്ന് എത്ര വെച്ചാലും, പക്ഷേ
ബർബസ് മേരി ആങ്കോം കെ സാമനിലെ എൻ്റെ കണ്ണുകളുടെ മുന്നിൽ ശരത് കി ശീതകിരണോം കെ സമാൻ അല്ലേ, ശരത്കാലത്തിലെ ആ ശീതകിരണങ്ങളെ പോലെ സമാൻ. സ്വച്ഛ ശീതൾ കിസി കി ധൂന്തലിലെ വളരെ സ്വച്ഛവും ശീതളവുമായിട്ടുള്ള വളരെ എന്താ പറയുക ആക്റ്റീവായിട്ട് ആ ഭയങ്കര പ്രസന്നമായിട്ടില്ല ഇന്നലെ കഴിഞ്ഞതുപോലെയുള്ള ആ സംഭവങ്ങൾ എൻ്റെ കൺമുന്നിൽ എനിക്കിപ്പോഴും തെളിഞ്ഞ് കാണാം. അതിൻ്റെ ഓർമ്മകൾ ഇങ്ങനെ എൻ്റെ കൺമുന്നിൽ ഇപ്പോഴും തെളിഞ്ഞ് കാണാം അല്ലേ. അത് അത്രയും ഫ്രഷായിട്ട് അതിലൊരു മങ്ങലും ഏറ്റിട്ടില്ല ആ ഓർമ്മകൾക്ക്. അപ്പം എത്ര മറക്കാൻ ശ്രമിച്ചിട്ടും അത് വീണ്ടും വീണ്ടും എൻ്റെ കൺമുന്നിൽ തന്നെ ഉണ്ട് എന്നാണ് കവി പറയുന്നത്. मुझे लगता है जैसे क्वार के दिन आ गए हैं. मेरे गांव के चारों ओर पानी ही लोरे ले रहा है. दूर के सिवान से बाहर आए बहकर आए हुए मोथा और साई की अधगली घासें, गेहूं और बन प्याज की जड़ें तथा नाना प्रकार की बरसाती घासों के बीज सूरज की गर्मी में घोलते हुए पानी में सड़कर एक विचित्र गंध छोड़ रहे हैं. മുझे ലഗ്താ ഹേ ജയ്സെ ക്വാർ ഇങ്ങനെ ആലോചിക്കാൻ എനിക്ക് തോന്നുന്നത് അല്ലേ. മുझे ലഗ്താ ഹേ എനിക്ക് തോന്നുന്നത് ജയ്സെ ക്വാർ കെ ദിൻ ആ ഗയേ ഹേ അല്ലേ. ഇപ്പം എന്താണ് ക്വാർ കെ ദിൻ എന്ന് വെച്ചാൽ മഴക്കാലം കഴിഞ്ഞ് ഉടനെ അല്ലേ, കഴിഞ്ഞതിന് ശേഷം വരുന്ന ഒരു ടൈമാണ് അല്ലേ, ഒരു സീസണാണിത്. ക്വാർ കെ ദിൻ ആ ക്വാർ അത് വന്നിരിക്കുകയാണ്. മേരി ഗാവ് കെ ചാരോ മോർ പാനി ഹി ലോരെ ലേ രഹാ ഹെ. എൻ്റെ ഗ്രാമത്തിൻ്റെ ചുറ്റിലും ഗ്രാമത്തിൻ്റെ നാലുപാടും എല്ലാം എവിടെ നോക്കിയാലും പാനി അല്ലേ, എവിടെ നോക്കിയാലും വെള്ളമാണ്. കാരണം ജസ്റ്റ് മഴക്കാലം ഇങ്ങനെ കഴിഞ്ഞതേ ഉള്ളൂ. അപ്പോൾ ഇന്നലെ വരെ മഴയായിരുന്നു എന്നുള്ള അർത്ഥത്തിൽ ഫുൾ എല്ലാവിടെയും മഴയാണ്, വെള്ളമാണ്. ദൂർ കെ സിവാൻ സെ ബഹ്കർ ആയേ ഹുയി അല്ലേ, ഒരുപാട് ദൂരെ നിന്ന് ഇങ്ങനെ ഒഴുകി വന്ന വെള്ളം, നല്ല ഒഴുക്ക് കുത്തി ഒലിച്ച് എല്ലായിടത്തുനിന്നും ഇങ്ങനെ വരും അല്ലേ വെള്ളം. ബഹ്കർ ആയേ ഹുയെ മോധ ഒരു സായിക്ക് അദ്ഗലി കാസി. മോധ അതുപോലെ സായി ഇതിൻ്റെയൊക്കെ ഓരോ ചെടി സസ്യങ്ങളാണ്. അതിൻ്റെയൊക്കെ അദ്ഗലി ഗാസി പുല്ലുകൾ, പിന്നെ ഗേവൂർ ഇങ്ങനെ ഇങ്ങനെ പാതി മുറിഞ്ഞതുപോലെയുള്ള വെള്ളത്തിൻ്റെ ഒഴുക്കിൽ പെട്ടിട്ട് ഇങ്ങനെ അല്ലേ മുറിഞ്ഞിട്ടും പിന്നെ ഒക്കെ ഒലിച്ചു വന്ന വെള്ളം പുല്ലും ഗേവൂർ ഓരോ അതുപോലെ ബൻപ്യാജ് അല്ലേ കാട്ടിലെ ഉള്ളി അതൊക്കെ കി ജടയും തഥാ നാനാ പ്രകാർക്കിലെ അതിൻ്റെയൊക്കെ തണ്ടും ചെടികളും പുല്ലും എല്ലാം ഇങ്ങനെ വെള്ളത്തിൽ വന്നതാണ്. പിന്നെ നാനാ പ്രകാർക്ക് ബർസാത്തി ഘാസോം കെ ബീജ് അല്ലേ, അതുപോലെ മഴയിൽ ഒഴിഞ്ഞു വന്ന പുല്ലും അതിൻ്റെ സീഡും, സൂരജ് കി ഗർമിമേം പിന്നെ ഇങ്ങനെ സൂര്യൻ. അപ്പോൾ ഇതെല്ലാം കൂടെ വെള്ളത്തിൽ കൂടെ മിക്സ് ചെയ്തിട്ട് എല്ലാം കൂടെ ഇങ്ങനെ ഒഴുകി വന്ന് ആ വെള്ളം ഇങ്ങനെ നിൽക്കുകയാണ് അല്ലേ. അത് സൂരജ് കി ഗർമിമേം ഗൗലത്തെ ഹുയെ പാനിമേം സഡ്കർ. അപ്പോൾ സൂര്യൻ്റെ ചൂട് കൊണ്ട് വെള്ളം ഇങ്ങനെ അവിടെ നിന്ന് വറ്റിക്കഴിഞ്ഞാൽ വെള്ളം പാതി ഇങ്ങനെ വറ്റി പോയി കഴിഞ്ഞാൽ ഏക്ക് വിചിത്ര ഗന്ധ ചോട് രഹേ ഹേ, ഒരു വിചിത്രമായിട്ടുള്ള ഗന്ധം. എന്താ ഈ ചെളി ഇങ്ങനെ ഉണങ്ങിക്കഴിഞ്ഞാൽ ഈ ചപ്പും ചവറുകളും ചെടികളും എല്ലാം അതിൽ ഒലിച്ച് വന്നിട്ടുണ്ട്. ഇതെല്ലാം കൂടി അവിടെ നിന്ന് അഴുകി അത് ഒരു വിചിത്രമായിട്ടുള്ള ഒരു സ്മെല്ല് അതിനകത്തുനിന്ന് വരുന്നുണ്ട്. रास्तों में कीचड़ सूंघ गया है और गाँव के लड़के किनारों पर जाग भरे जलाशयों में दामाके से कूद रहे हैं. അപ്പം രാസ്തോമേം കീച്ചട് എന്താ ചെളിയൊക്കെ ഇങ്ങനെ ഉണങ്ങിയിട്ട് ഇരിക്കുന്നുണ്ട്. വെള്ളം ഇങ്ങനെ നിന്ന് വറ്റുമ്പോൾ പിന്നെ അവിടെ ചെളിയായിരിക്കും, ഭയങ്കര ചളിയില്ലേ. അപ്പോൾ ആ ചെളിയൊക്കെ ഇങ്ങനെ പാതി ഉണങ്ങി അങ്ങനെ ഇരിക്കുന്നുണ്ട്. പിന്നെ ഗാവ്ക്കെ ലടുക്കെ കിനാരോം പർ ജാഗ് പരേ ജലാശയം അല്ലേ, ഗ്രാമത്തിലെ ആൺകുട്ടികളൊക്കെ എന്താ പറയുക ഇങ്ങനെ ചെളിവെള്ളം പറഞ്ഞാൽ മഴവെള്ളം. നമ്മൾ നദികളിലൊക്കെ മഴ ഇങ്ങനെ പെയ്തുകൊണ്ടിരിക്കുന്ന അല്ലെങ്കിൽ മഴക്കാലം ഒന്ന് ജസ്റ്റ് മഴ നിൽക്കുമ്പോൾ വെള്ളങ്ങൾ എങ്ങനെയാണ് നല്ല തെളിഞ്ഞ് അല്ലെങ്കിൽ സുന്ദരമായിട്ടുള്ള വെള്ളമൊന്നും ആയിരിക്കില്ല. എങ്ങനെയായിരിക്കും വെള്ളം കലങ്ങി മറിഞ്ഞ് നല്ല വെള്ളത്തിൻ്റെ കളറായിരിക്കും, ചെളി വെള്ളം തന്നെ ആയിരിക്കും അല്ലേ. അപ്പോൾ ആ വെള്ളത്തിലാണ് എന്താ ജാഗ് പറേ, അപ്പം എന്താണ് അഴുക്ക് വെള്ളമാണല്ലേ, അതിലാണ് കുട്ടികൾ ചാടി ഇങ്ങനെ ധമാക്കാസെ കൂത് റഹേഹല്ലേ, ഭയങ്കര ആഹ്ലാദത്തോടെ ചാടി മറിഞ്ഞ് ഇങ്ങനെ തിമിർത്ത് കളിക്കുകയാണ്. അപ്പിനെ മോസം കി അപ്പിനെ ബാത്തേം ഹോത്തി ഹെ അല്ലേ. ഓരോ ക്ലൈമറ്റിനും ഓരോ സീസൺ വരുമ്പോഴും അതിന് അതിൻ്റേതായിട്ടുള്ള ചില കാര്യങ്ങളുണ്ട് അല്ലേ. ചില ആഷാഢമേം ആ മോരോ ജാമുന്ന മില്ലേ അല്ലേ, ആഷാഢ മാസത്തിൽ
മാങ്ങയും ജാമുനും ഒന്നും കിട്ടില്ല. ചിദ്ധാനഹിയിലെ, അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കൊന്നും വേണ്ട. അഗ്ഹൻ മേം ചിവട ഓർ ഗുഡ് ന മിലെ, അതുപോലെ അഗ്ഹൻ മാസത്തിൽ ചിവടയും ഗുഡും അതിൻ്റെ നാവിലും പിന്നെ ശർക്കരയും ഒന്നും കിട്ടില്ല. ദുഃഖ് നഹി, അതിൽ നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. ചൈത്ത് കെ ദിനോമേം ലായി കെ സാത്ത് ഗുഡ്, ചൈത്ത് കെ ദിനോമേം ലായി കെ സാത്ത് ഗുഡ് കി പട്ടി ന മിലെ. അപ്പം അഫ്സോസ് നഹി എന്താണ്? ചൈത്ത് കെ ദിനോമേം, ചൈത്രമാസത്തിൽ ലായിക്കെ സാത്ത് ഗുഡിൽ ശർക്കരയും അതൊന്നും കിട്ടില്ല. ഈ പട്ടീന മിലെ. അപ്പോൾ ഓരോ ക്ലൈമറ്റിൽ ഓരോ സീസണിൽ ഓരോന്നായിരിക്കും വളരെ എന്താ പറയുക അവൈലബിൾ ആയിട്ടുള്ള സാധനങ്ങൾ അല്ലേ. ചിലപ്പം ചക്കയും പിന്നെ മാങ്ങയൊക്കെ കിട്ടുന്ന ഒരു സീസണായിരിക്കും. ഇപ്പം നമുക്ക് എല്ലാ സീസണിലും ഈ ചക്കയും മാങ്ങ, ഇപ്പോഴൊക്കെ ശരിക്കും ചക്കയുടെയും മാങ്ങിൻ്റെ ഒരു സീസൺ ഏതാണ്ട് അവസാനിക്കാറായില്ലേ. അപ്പോൾ അതുപോലെ ചക്കയുടെ അതുപോലെ എല്ലാ മാസത്തിലും നമുക്ക് എല്ലാം കിട്ടില്ല. അപ്പോൾ ഓരോ സമയത്ത് അത് ഭയങ്കര എന്താണ് ഇഷ്ടം പോലെ കിട്ടുന്ന സമയമായിരിക്കും. അപ്പോൾ അതിനൊന്നും നമ്മൾ വിഷമിക്കേണ്ട കാര്യമില്ല. പക്ഷേ पर क्वार के दिनों में इस गंधपूर्ण जाग भरे जल में कूदना न हो तो बड़ा बुरा मालूम होता है അല്ലേ. കവി ഇപ്പോൾ ഇതിൽ എന്താ നമ്മളോട് പറയുന്നത്? അപ്പോൾ ഈ ഓരോ സീസണിൽ നമുക്ക് ഓരോന്ന് കിട്ടുന്നില്ല, ആമ കിട്ടിയില്ല, ജാമുൻ കിട്ടിയില്ല, അല്ലെങ്കിൽ ഗുഡ് കിട്ടിയില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നമ്മൾ ഭയങ്കര വിഷമിക്കേണ്ട കാര്യമൊന്നുമില്ല, അതിലൊന്നും ഒരു വിഷമവുമില്ല. പക്ഷേ ഈ ക്വാർക്കെ ദിനോമേൽ ഈ സമയത്ത് ഗന്ധപൂർണ്ണ ജാഗബറെ ജൽമേൽ ഈ അഴുക്ക് നിറഞ്ഞ കലങ്ങി മറിഞ്ഞു കുത്തി ഒഴുകുന്ന ഈ വെള്ളത്തിൽ കൂതിന ഹോത്തോ, അതിൽ ചാടി മറിഞ്ഞ് കളിച്ച് കുളിച്ചില്ല എങ്കിൽ ബഡാബുരാമാലും ഹോത്താഹല, അത് ഭയങ്കര ഒരു നഷ്ടം തന്നെയാണ്. അത് ഭയങ്കരമായിട്ട് മിസ് ചെയ്യുന്നൊരു സംഭവമാണ്. അപ്പോൾ ആ സമയത്ത് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, അല്ലെങ്കിൽ അതിൽ കളിക്കുക എന്നുള്ളത് ഭയങ്കരമായിട്ട് ഒരു മിസ് ചെയ്യുന്ന ഒരു കാര്യമാണ്. അപ്പോൾ അത് ചെയ്യണം എന്നാണ് ലേഖകൻ പറയുന്നത്. मैं भीतर हुडक रहा था तो एक दिन ही तो कूद सका था नहा धोकर बीमार हो गया അല്ലേ. അങ്ങനെ അപ്പം ഈ പഴയ കാലത്തെക്കുറിച്ചൊക്കെ ഇങ്ങനെ ആലോചിച്ചു കൊണ്ടിരിക്കുകയാണ്. മേ ഭീത്തർ ഹുഡക് റഹാദ, അപ്പം അതിനകത്തൊക്കെ ഇങ്ങനെ വെള്ളത്തിൻ്റെ ഉള്ളിലൊക്കെ പോയി നന്നായിട്ടൊക്കെ കളിച്ചു. ദോ ഏക് ദിൻ ഹി തോ അല്ലേ, ഒന്ന് രണ്ട് ദിവസമൊക്കെ പോയി കൂത് സഖാദ അല്ലേ, ഉള്ളിലൊക്കെ വെള്ളത്തിൽ കൂത്ത് മറിഞ്ഞ് കളിച്ചു. നഹാ ധോക്കർ അല്ലേ, കുളിച്ചിട്ട് എന്തായി ബീമാർ ഹോ ഗയ, അങ്ങനെ അസുഖം വന്നു. ഹൽക്കി ബീമാരി ഇന്നെ ജാനേ ക്യോ മുझे अच्छी लगती है അല്ലേ. ഈ ചെറിയ അസുഖമൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. ദോടി ജ്വർ ഹോ, ചെറിയ പനി. സർമേം സാധാരണ ദർദ് അല്ലേ, തലയിൽ ചെറിയൊരു തലവേദന. ഓർ ഖാനെ കെ ലിയെ ദിൻഭർ നീമ്പു ഓർ സാബു അല്ലേ, കഴിക്കാനായിട്ട് ഡെയിലി എന്താണ് ദിൻഭർ നീമ്പു നാരങ്ങയും അതുപോലെ സാബു എന്താണ് ജൗവരി, ഇതൊക്കെയാണ് കഴിക്കാനായിട്ട് പനി വരുന്ന സമയത്ത്. ലേക്കിൻ ഇസ് ബാർ ഏസി ചീസ് നഹി ദീലെ, പക്ഷെ ഇപ്പോൾ അതൊന്നുമല്ല. ജ്വർ ജോ ചടാത്തോ ചടുത്താ ഹി ഗയ. അപ്പോൾ ഇങ്ങനെ ചെറിയ തലവേദനയും ചെറിയ പനിയൊക്കെ ആയിരിക്കും, പിന്നെ ഇങ്ങനെ നാരങ്ങയും ഇതൊക്കെ കൊടുക്കും, അപ്പോഴേക്കും അതിങ്ങനെ പോകും. പക്ഷേ ഇത്തവണ ഏസി ചീസ് നഹീദിൽ ഇങ്ങനെയൊന്നല്ല. ജ്വർ ജോ ചടാത്തോ ചടുത്താ ഹി ഗയാലേ, പനി ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ്. പനി കൂടുന്നേ ഉള്ളൂ, കുറയുന്നില്ല, കൂടിക്കൊണ്ടിരിക്കുന്നു. രസായി പർ രസായി ഓർ ഉത്തറാ രാത്ത് 12 ബജേക്ക് ബാദല്ലേ. എന്താ റസായി പർ രസായി, എന്താ ഒരു ബെഡ്ഷീറ്റിന് മുകളിൽ വേറൊരെണ്ണം പൊതിച്ചിരിക്കുകയാണ് അല്ലേ, ഒന്നിന് മുകളിൽ ഒന്നാണ്. പിന്നെ ഉത്തറ, ഇപ്പോഴാ പനി ഒന്ന് കുറഞ്ഞേ, രാത്ത് 12 ബജേലെ, രാത്രി 12 മണിയൊക്കെ ആയപ്പോഴാണ് പനി ഒന്ന് കുറഞ്ഞത്. അപ്പം എപ്പോഴും ചെറിയൊരു പനിയും ചെറിയൊരു തലവേദനയൊക്കെ വരും. ഇപ്പം ഇങ്ങനെ സാധാരണ ട്രീറ്റ്മെൻറ്റൊക്കെ ആകുമ്പോഴേക്കും നീമ്പും സാബും ഇതൊക്കെ കഴിച്ച് ഒരു ദിവസം കഴിയുമ്പോഴേക്കും പനി അങ്ങ് കുറഞ്ഞു പോകും. പക്ഷെ ഇത്തവണ പനി ഭയങ്കരമായിട്ട് കൂട്ടിക്കൊണ്ടിങ്ങനെ ഇരിക്കുകയാണ്, കുറയുന്നേയില്ല. ഇപ്പം രാത്രി 12 മണിയൊക്കെ ആയപ്പോഴത്തേനാണ് പനിയൊന്ന് കുറഞ്ഞത്. ദിൻമേ മേം ചാദർ ലപേട്ടെ സോയാ ഥാ दादी माई शायद नहा घर आई थी उसी जाग वाले जल में दिन में അല്ലേ. ആ ദിവസം ഡെയിലി മുഴുവൻ മേം ചാദർ ലപേട്ടെ, ഇങ്ങനെ എന്താണ് പതുപ്പൊക്കെ ഞാൻ പൊതിച്ചിട്ട് ഉറങ്ങുകയാണ് അല്ലേ, ഫുള്ളും കിടക്കുകയാണ്. പനി വന്നതല്ലേ, കിടക്കുകയാണ്. ദാദിമായി മുത്തശ്ശി വന്നു അല്ലേ. ഷായത് നഹക്കറായി, ഇതിൽ ഏതാണ്ട് കുളിച്ചിട്ടൊക്കെയാണ് വന്നിരിക്കുന്നത്.
ഉസി ജാഗ്വാലെ ജൽമേം എങ്ങനെയാണ് കുളിക്കത്? ആ ജാഗ്വാലെ ജലത്തിൽ അല്ലേ, ആ വെള്ളം ജലാശയത്തിൽ. പത്തലെ ദുബലെ, ഇനി ആ ദാദിമ എങ്ങനെയാണ് അവരുടെ ശരീരം, അല്ലെങ്കിൽ അവരെങ്ങനെ മെലിഞ്ഞിട്ടാണോ അല്ലേ അവരുടെ ആ ഒരു രൂപമാണ് കവി വർണ്ണിക്കുന്നത്. പത്തലെ ദുബലെ സ്നേഹ സനെ ശരീർ പർ സഫേദ് കിനാരി ഹിൻ ധോത്തി അല്ലേ, വളരെ മെലിഞ്ഞ് ഉണങ്ങിയ ആ മെലിഞ്ഞിട്ടുള്ള ആ ശരീരം, സ്നേഹ സനെ ശരീർ പർ അല്ലേ, വെളുത്ത് മെലിഞ്ഞ ആ ശരീരത്തിൽ സഫേദ് വെളുത്ത കിനാരി ഹിൻ ധോത്തി, അതായത് ഇങ്ങനെ ബോർഡറൊന്നുമില്ലാത്ത ജരിക അങ്ങനെ പറയില്ലേ, അതൊന്നുമില്ലാത്ത സിമ്പിളായിട്ടുള്ള ഒരു വെളുത്ത ധോത്തിയാണ് എന്താണ് നമ്മുടെ മുത്തശ്ശിയുടെ വേഷം. मन से सन से सफ़ेद बालों के सिरों पर सत ടപ്കെ ഹുയെ ജൽക്കി ശീതളത അല്ലേ. അപ്പോൾ ഇങ്ങനെ തലമുടിയിലൊക്കെ വെള്ളമാണ്, അപ്പോൾ ആ മുടിയിൽ നിന്ന് ഇങ്ങനെ ഒറ്റിക്കൊണ്ടിരിക്കുന്ന ജലത്തിൻ്റെ ആ ആ തണുപ്പ്. ആത്തേഹി ഉനോനെ സർ പേട്ട് ചുയലെ വന്നതും തലയും വയറും, സർ പേട്ടല്ലേ തലയും വയറൊക്കെ ഇങ്ങനെ തൊട്ട് നോക്കി. ആഞ്ചൽ കി घाट गोल किसी अदृश्य शक्तिधारी के चबूतरे की मिट्टी मुँह में ढाली. അങ്ങനെ വന്നത് പാടെ ആത്തേഹി ഉനോനെ വയറും തലയൊക്കെ തൊട്ട് നോക്കി. ആഞ്ചൽ കി ഘാട്ട് ഗോൽ കിസിയിൽ എന്താണ് സാരി തുമ്പിൽ ഇങ്ങനെ കെട്ടിവെച്ചിട്ടുള്ള പഴയ കാലത്തിലെ വയസ്സായവരൊക്കെ ഇങ്ങനെ സാരിയുടെ തുമ്പത്ത് എന്തെങ്കിലും പൈസയോ അല്ലെങ്കിൽ എന്തെങ്കിലും അവരിങ്ങനെ കെട്ടിവെച്ചിട്ടുണ്ടാവും. അപ്പോൾ അതുപോലെ ഈ മുത്തശ്ശിയുടെ ആഞ്ചൽ കി ഘാട്ടല്ലേ ആ സാരി തുമ്പിൽ ഇങ്ങനെ കെട്ടിവെച്ച ഒരു ഗോൽ അത് തുറന്നു. കിസി അദൃശ്യ ശക്തിധാരിക്ക് ചബൂത്തരയിൽ എന്തോ ഒരു അദൃശ്യ ശക്തിയുള്ള ഒരു ചബൂത്തരയ്ക്ക് മിട്ടിയിലെ അതൊരു തറയിലെ ഒരു മണ്ണ് അത് മുഹമ്മയും ഡാലി അതെടുത്ത് കുറച്ച് വായിക്കകത്ത് ഇട്ടു. മാതേപ്പർ ലഗായി കുറച്ച് നെറ്റിയിലും തേച്ചു. ദിൻ രാത്ത് ചാർപ്പായിക്ക് പാസ് ബൈട്ടി രാത്തി കബി പങ്കാ ജൽത്തി. അപ്പോൾ രാത്രി നൈറ്റും ഡേയും ഫുള്ളും പായയുടെ അരികിലല്ലേ, പായയുടെ അരി തന്നെ രോഗിയെ പനിയായി കിടക്കുന്ന നമ്മുടെ ലേഖകനെ നോക്കാൻ വേണ്ടി ഇരിക്കുന്നതാണ്. ചാർപ്പായിക്ക് പാസ് പായയുടെ അടുത്ത് തന്നെ ഇരുന്നിട്ട് കബി പങ്കാ ജൽത്തി ഇങ്ങനെ വീശി കൊടുക്കുകയാണ്. കബി ജൽത്തെ ഹുയെ ഹാത്ത് പയർ കപ്പടേസെ സഹലാത്തിയിലെ, പിന്നെ ഇങ്ങനെ പനിച്ച് വിറച്ച് കിടക്കുമ്പോൾ കയ്യും കാലും ഒക്കെ ഇങ്ങനെ നമ്മൾ പുതപ്പൊക്കെ വെച്ച് ശരിക്കും മൂടിക്കൊടുക്കും, പിന്നെ ഇങ്ങനെ തടവി കൊടുക്കും. സർപ്പർ ദാൽച്ചീനി ലേപ്പിൽ തലയിൽ ഇങ്ങനെ ഒരു ലേപം, ഒരു സിനമനാണ് ദാൽച്ചീനി കലേപ്പിലെ സിനിമ, അതൊക്കെ ഇങ്ങനെ തേച്ച് കൊടുക്കും. ഒരു 20 ബാർ ചൂ ചൂക്കർ ജ്വർക്ക അനുമാൻ കർത്തി അല്ലേ, ഒരു 20 പ്രാവശ്യമെങ്കിലും ഇങ്ങനെ തൊട്ട് പനി എങ്ങനെയുണ്ട് എന്ന് അനുമാനിക്കുകയാണ്, കുറഞ്ഞോ കൂടിയോ എന്ന്. ഹാണ്ടി മീൻ പാനി ആയാക്കി നഹി, വെള്ളം വന്നില്ലേ, പൈപ്പിൽ വെള്ളം വന്നില്ലേ. ഉസേ പീപ്പൽ കി ചാൽസേ ചൗക്കാക്കി നഹി, പിന്നെ വെള്ളം തിളപ്പിക്കുമ്പോൾ അതിൽ പീപ്പലിൻ്റെ തൊലി ഇട്ടോ ഇല്ലയോ. उसे पीपल की चाल से चौका की नहीं ले. പിന്നെ ഗിച്ചടി മേ മൂംഗ് കി ദാൽ എക്ദം മിൽ തോ ഗയി ഹെ, ഗിച്ചടി ഉണ്ടാക്കുമ്പോൾ അതിൽ മൂംഗ് കി ദാലിൽ നിലക്കടല അത് നന്നായിട്ട് അതിൽ എന്താണ് വെന്തോ, അതിൽ ശരിക്കും യോജിച്ചിട്ടുണ്ടോ. കൊയ് ബിമാർ കെ ഗർമേം സീതെ ബാഹർ സെ ആക്കർ തോ നഹി ചൽ ഗയാ അല്ലേ, അസുഖമുള്ള ഒരാളിൻ്റെ വീട്ടിൽ നിന്ന് ഇങ്ങനെ എപ്പോഴും ഇറങ്ങി പുറത്തൊന്നും പോകാനൊന്നും ആരും പറ്റില്ല. ആദി ലാഖോം പ്രശ്ന പൂച്ച് ഗർവാലോങ്കോ പരേഷ് കർദേത്തി. അപ്പോൾ ആ വീട്ടിലിങ്ങനെ ഓരോ എല്ലാ കാര്യങ്ങളും ഇങ്ങനെ ചോദിച്ചുകൊണ്ട് ആ വീട്ടിലുള്ളവരെ ഭയങ്കരമായിട്ട് ബുദ്ധിമുട്ടിച്ചു കൊണ്ടേയിരിക്കും. എല്ലാ കാര്യങ്ങളും മുത്തശ്ശിക്ക് അറിയണം അല്ലേ. ദാദിമാക്കോ ഗാവിക്ക് 50 കിസ്മിക്ക് ധവാവും കെ നാം യാദ് തേ അല്ലേ. മുത്തശ്ശിക്ക് ആ ഗ്രാമമായ ഗ്രാമത്തിലെ എല്ലാം 50 രോഗത്തിനുള്ള എല്ലാ മരുന്നിനെ കുറിച്ചിട്ടും അതിൻ്റെ പേരും ഒക്കെ മുത്തശ്ശിക്ക് അറിയാം. ഗാവമേം കോയി ബീമാർ ഹോത്ത, ഇനി ആ ഗ്രാമത്തിൽ ആരെങ്കിലും അസുഖമായിട്ട് കിടക്കുകയാണെങ്കിൽ ഉസ്കെ പാസ് പഹുഞ്ചത്തിൽ അവരുടെ അടുത്തേക്ക് പോകും. ഓർ വഹാം ബി വഹി കാം, പിന്നെ അവിടെ തന്നെയാണ് ജോലി, പിന്നെ വേറെ എങ്ങും നോക്കില്ല, പിന്നെ അവിടെ തന്നെയാണ്. ഹാത്ത് ചൂന മാതാ ചൂന പേട് ചൂന അല്ലേ, കൈത്തൊട്ട് നോക്കുക, നെറ്റി നോക്കുക, വയറ് തൊട്ട് നോക്കുക. ഫിർ ബൂദ് സെ ലേക്കർ മലേറിയ സർസാം ന്യൂമോണിയ തക്ക അനുമാൻ വിശ്വാസ് കെ സാത്ത് സുനാത്തി. പിന്നെയോ
ഭൂതസയിലേക്ക് അല്ലെങ്കിൽ കഴിഞ്ഞ സമയത്ത് തൊട്ടിട്ട് പിന്നെ ഇത് മലേറിയ ആണോ, സർസം, ന്യൂമോണിയ അല്ലെങ്കിൽ എന്താണ് അസുഖമെന്ന് കൈയൊക്കെ തൊട്ട് നോക്കി തലയൊക്കെ തൊട്ട് നോക്കി രോഗിയെ നോക്കിയതിന് ശേഷം ശരിക്കും പറയും. വിശ്വാസ് കെ സാത്ത് സുനാത്തി എന്നാണ് കൺഫേം ആയിട്ട് അതിലൊരു എന്താ പറയുക സംശയവുമില്ലാത്ത രീതിയിൽ ഇന്നതാണ് അസുഖമെന്ന് പറയും. അതൊരു പ്രഡിക്ഷനാണ്, പ്രഡിക്റ്റ് ചെയ്യാണ്. പക്ഷെ അത് ഏതാണ്ടൊക്കെ ശരിയായിരിക്കും. അതുകൊണ്ടാണ് അവർ അത്രയും ഒരു ഇതായിട്ട് പറയുന്നത്. അപ്പോൾ ഭയങ്കരമായിട്ട് അവർക്ക് അറിയുന്ന പോലെ അവർ ചെയ്യും. മഹാമാരി ഓർ വിഷൂചികാക്കിയ ദിനോമ്യം അല്ലേ, ഇപ്പം നമ്മുടെ COVID-19 ഇങ്ങനെ സ്പ്രെഡായിക്കൊണ്ടിരിക്കുന്ന ഒരു സമയമാണ്, സീസണാണ്. അതുപോലെ ഇങ്ങനെ എന്തെങ്കിലും മഹാമാരിയൊക്കെ വരുന്ന ഒരു കാലഘട്ടമാണെങ്കിൽ അല്ലേ, ആ സമയത്ത് ഇങ്ങനെ ഉണ്ടെങ്കിൽ ദിനോമ്യം റോസ് സവേരി ഉടുക്കർ സ്നാൻ കർക്ക് ഡെയിലി മോർണിംഗിൽ എഴുന്നേറ്റ് കുളിച്ച് ലവംഗ് ഓർ ഗുണ്ട് മിശ്രിത ജലധാറിൽ എന്താ പറയുക ഈ ലവംഗവും പിന്നെ ശർക്കരയും ഒക്കെ ചേർത്തിട്ടുള്ള വെള്ളം അത് കുടിക്കും. ഗുഗൽ ഓർ ധൂപ് പിന്നെന്താ പുക വീട്ടിലെ എന്താണ് അന്തരീക്ഷം ഒക്കെ എയറൊക്കെ പൊല്യൂഷനൊക്കെ ഇല്ലാണ്ടാക്കാൻ വേണ്ടിയിട്ട് നമ്മൾ പൊടിയൊക്കെ ഇട്ടിട്ട് ഇങ്ങനെ പുകയ്ക്കില്ലേ, അതൊക്കെ ചെയ്യും. നല്ല സ്മെല്ലൊക്കെ വരുന്ന പോലെ പ്രാണികളൊക്കെ നശിച്ചു പോകാനൊക്കെ ആയിട്ട് പുകയൊക്കെ ഇട്ടിട്ട് എല്ലാവിടെയും പുകയൊക്കെ കാണിക്കും. സഫായി കോയി ഉൻസെ സീഖിലെ, പിന്നെ സഫായിലെ ക്ലീനിങ് എന്താണെന്ന് ഉൻസെ സീഖിലെ, അതായത് മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിക്കണം. എന്താണ് ക്ലീനിങ്ങിൽ, എന്താണ് ശുചിത്വം എന്നൊക്കെ മുത്തശ്ശിയുടെ അടുത്ത് നിന്ന് നമ്മൾ പഠിക്കണം. ദവാമീം ദേർ ഹോത്തി, ഇനി മരുന്നിലൊന്നും ഒരിക്കലും ഒരു എന്താ പറയുക വൈകി കൊടുക്കാം അല്ലെങ്കിൽ പതുക്കെ മതി എന്നൊന്നും പറയാൻ പറ്റില്ല അല്ലേ. മിശ്രിയ ഷഹദ് ഗത്മഹോ ജാത്ത, എന്താണ് തേനും പിന്നെ അതുപോലെ ശർക്കര ഇതൊന്നും അവിടെ കഴിയാനേ പാടില്ല. കാരണം ഇതൊക്കെ മെഡിസിനായിട്ട് ഉപയോഗിക്കുന്നതാണ് അല്ലേ. അപ്പോൾ പനിയും വരും അല്ലെങ്കിൽ എന്തെങ്കിലും അസുഖം വരും, അപ്പോൾ നമുക്കിതൊക്കെ ഉപയോഗിക്കണം. അപ്പോൾ ഇതൊക്കെ വീട്ടിലെപ്പോഴും കഴിയാണ്ട് വേണം. പിന്നെ ചാദറിയ ഗിലാഫ് നഹി ബദലേ ജാത്തേ, പിന്നെന്താ ബെഡ്ഷീറ്റ് മാറ്റിയില്ലേ, പിന്നെ ഗ്ലാസ് മാറ്റിയില്ലേ, രോഗിക്ക് ഇതൊക്കെ നമ്മൾ എന്താ പറയുക വളരെ ക്ലീൻ ചെയ്ത് വളരെ ശുചിത്വം പാലിക്കണം അല്ലേ. തോവേ ജയ്സെ പാഗൽ ഹോ ജാത്തിയിലെ, ഇതൊക്കെ പറഞ്ഞ് ഇങ്ങനെ മുത്തശ്ശിക്ക് ഭയങ്കരമായിട്ട് ദേഷ്യം വരും, ഭ്രാന്ത് പിടിച്ച പോലെ ആയിരിക്കും. ബുഖാർ തോ മുझे अब भी उतरा है അല്ലേ, अब भी आता है. ഇപ്പം എനിക്ക് ഇപ്പോഴും പനിയൊക്കെ വരാറുണ്ട്. അപ്പോൾ ഇത് മുത്തശ്ശിയുടെ കാര്യങ്ങളൊക്കെയാണ് പറഞ്ഞല്ലേ, പക്ഷേ എനിക്ക് പനി ഇപ്പോഴും വരാറുണ്ട്. നൗക്കർ പാനി ധേ ആത്താ ജാത്താ ഹെ അല്ലേ, ജോലിക്കാരൻ വരും വെള്ളം തന്നിട്ട് പോകും. മേസ് മഹാരാജ് അപ്പിനെ മനസ്സേ പകാക്കർ ഗിച്ചടിയ സാബു അല്ലേ, പിന്നെന്താ ജോലിക്കാരൻ അവർക്ക് താല്പര്യമുള്ളത് എന്താണോ അല്ലെങ്കിൽ അവരെന്താ വിചാരിച്ചിരിക്കുന്നത് അല്ലേ, അത് ഗിച്ചടിയും സാബും അതൊക്കെ റെഡിയാക്കി അവിടെ മേശയ്ക്ക് മുകളിൽ കൊണ്ടുവയ്ക്കും. ഡോക്ടർ സാഹബ് ആക്കർ നാഡി ദേഖ് ജാത്തേ ഹെ അല്ലേ, ഡോക്ടർ വരും നാഡി പിടിച്ച് ഞരമ്പ് പിടിച്ച് ഇങ്ങനെ നോക്കും. ഓർ കുനേൻ മിക്സ്ചർ കി ഷീഷിക്ക് തിത്തായി കെ ഡർ സെ ബുക്കാർ ബാഗ് ബി ജാത്ത ഹെ അല്ലേ. അപ്പോൾ ഡോക്ടർ ഇംഗ്ലീഷ് വൈദ്യൻ നൽകുന്ന വളരെ കയ്പുള്ള ഒരു മരുന്നല്ലേ, ആ മരുന്നാണ് കൊടുക്കുന്നത് ഇപ്പോഴൊക്കെ പനി വരുമ്പോൾ. മുത്തശ്ശിയുടെ നാട്ടുവൈദ്യമൊന്നും അല്ല അല്ലേ. അപ്പോൾ അതൊക്കെ നാട്ടിൽ പണ്ട് കുട്ടിയായിരിക്കുമ്പോൾ. പക്ഷേ ഇപ്പോൾ ആ കഴിക്കുന്ന മരുന്ന് കഴിക്കണമല്ലോ എന്ന് ആലോചിക്കുമ്പോൾ തന്നെ പനിയൊക്കെ എങ്ങോ ഓടി പോവും. പറഞ്ഞ ജാനേ ക്യോം യേസെ ബുഖാർ ഖോ ഭൂലാനെ കാ ജി നഹി ഹോത്താ അല്ലേ. അപ്പം പനി പിന്നെ അത് കണ്ട് പേടിച്ചിട്ട് പനി വരികയേ ഇല്ല. അപ്പോൾ ഇന്ന് ഈ ടൈമിൽ ഇപ്പോൾ വരുന്ന പനിയുടെ അവസ്ഥ ഇങ്ങനെയാണല്ലേ. പക്ഷെ മുന്നേയൊക്കെ ആണെങ്കിൽ മുത്തശ്ശി ഉണ്ടായിരുന്നു, മുത്തശ്ശിയുടെ നാട്ടുവൈദ്യം ഉണ്ടായിരുന്നു. മുത്തശ്ശി ഇങ്ങനെ അടുത്തിരുന്ന് എപ്പോഴും തൊട്ട് നോക്കി വളരെ കെയർ ചെയ്ത് അല്ലേ ആ പനി. അതുകൊണ്ട് ഇടയ്ക്കൊക്കെ പനി വരുന്നതൊക്കെ ലേഖകന് ഭയങ്കര ഇഷ്ടമായിരുന്നു. ഈ ചാപ്റ്ററിൻ്റെ ബാക്കി ഭാഗം വേറൊരു വീഡിയോയിൽ കാണാം. അപ്പം ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.